ബീവറേജസ് കോർപ്പറേഷൻ നൽകുന്ന കണക്കനുസരിച്ച് 1000 രൂപയുടെ മദ്യം വാങ്ങുന്ന ഒരാൾ അതിൽ 900 രൂപയും നികുതിയായി സംസ്ഥാന സർക്കാരിനാണ് കൊടുക്കുന്നത്. സ്വർണത്തിൻ്റെ കാര്യമെടുത്താൽ 3% GST ഉള്ളൂ. പക്ഷേ സ്വർണത്തിന് വില വളരെ കൂടുതലായതുകൊണ്ട് തന്നെ കൊടുക്കേണ്ട നികുതിയും കൂടുതലാണ്. ഇന്നത്തെ വിലയ്ക്ക് ഒരു പവൻ സ്വർണം വാങ്ങുന്ന ഒരാൾ 2100 രൂപയെങ്കിലും നികുതിയായി നൽകണം. അതായത് ബീവറേജിൽ പോകുന്നവരും ജ്വല്ലറിയിൽ പോകുന്നവരും ഭീമമായ നികുതി തന്നെയാണ് സർക്കാരിന് നൽകുന്നത്. പക്ഷേ കേരളത്തിൽ മദ്യം വാങ്ങുന്ന കഷ്ടപ്പാടൊന്നും സ്വർണം വാങ്ങാനില്ല. മാത്രമല്ല അതൊരു സുഖകരമായ ഏർപ്പാടുമാണ്. ശീതീകരിച്ച വിൽപ്പനശാലകൾ, ഏറ്റവും വൃത്തിയുള്ള അന്തരീക്ഷം, മനോഹരമായി പ്രദർശിപ്പിച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ, വാങ്ങാനെത്തുന്നവരെ സ്വീകരിക്കാനും കാപ്പിയും ജ്യൂസും നൽകാനും ജീവനക്കാർ ഇഷ്ടം പോലെ. ഉപഭോക്താക്കൾക്ക് എത്ര സമയം ചെലവഴിച്ചു ഇഷ്ടപ്പെട്ട ആഭരണങ്ങൾ തിരഞ്ഞെടുക്കാം. എല്ലാം നമ്മളിപ്പോൾ സാധനങ്ങൾ വാങ്ങിയാൽ അത് നമ്മൾ എന്നാ കൊണ്ടുവന്ന് അതുവരെ അവരോട് സൂക്ഷിച്ച് വെക്കും. എല്ലാം വളരെ ഡീസൻ്റാണ്. എല്ലാവരും എല്ലാ ഷോപ്പും നല്ല പെരുമാറ്റം, നല്ല വൃത്തിയുണ്ട്, നല്ല ഇതാണ്. എല്ലാം ഇവിടുത്തെ നല്ലൊരു അന്തരീക്ഷം, ഒരു വാം വെൽക്കം ഉണ്ട് നമുക്ക്. പിന്നെ ഒരു കാം അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് പർച്ചേസ് ചെയ്യാം. പിന്നെ വരുമ്പോൾ തന്നെ കോഫി കാര്യങ്ങളൊക്കെ ഒരു റിലാക്സ് ചെയ്ത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വാങ്ങാനെത്തുന്നവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മുടെ നാട്ടിലെ ജ്വല്ലറികൾ കാണിക്കാറില്ല. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ഇപ്പോൾ ഏത് റേഞ്ചിലുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് അത്രയും പ്രീമിയം ആയിട്ടുള്ള ഗുഡ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഹൈജീൻ, നമ്മൾ പ്രൊഡക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതിലാണെങ്കിലും കസ്റ്റമർ വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന സർവീസിലാണെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു സെയിൽസ് സ്റ്റാഫ് ആയിക്കോട്ടെ, നമ്മളിവിടുത്തെ ഓരോ കോഫി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷോപ്പിൻ്റെ ഹൈജീൻ, എല്ലാ കാര്യങ്ങളും നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ട് കൊടുത്താൽ മാത്രമേ അവർക്ക് 100% സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള പ്രോപ്പർ ടൈം അല്ലെങ്കിൽ സ്റ്റാഫ് കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്താൻ ഇപ്പോഴും ശ്രമിക്കാറുണ്ട്. ജ്വല്ലറികളുടെ അത്രയൊന്നും വേണ്ട, പക്ഷേ വൃത്തിയും വെടിപ്പുമുള്ള വിൽപ്പനശാലകൾ, മാന്യമായി മദ്യം വാങ്ങാനുള്ള സൗകര്യം, 250% നികുതി നൽകുന്നവർ അത്രയെങ്കിലും അർഹിക്കുന്നുണ്ട്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.